ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങി 12ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വർഷത്തെ അവസാന ദിനത്തിലും ബോളിവുഡിനെ പച്ചയ്ക്ക് കൊളുത്തി എന്ന് തന്നെ പറയാം മാർക്കോയെക്കുറിച്ചുള്ള അഭിപ്രായം ബോളിവുഡിൽ നിന്ന് വരുമ്പോൾ അനിമൽ ക ബാപ്പ് എന്നാണ് സാധാരണ പ്രേക്ഷകർ പറയുന്നത്. ഒരു അനിമൽ എന്ന് പറഞ്ഞ ആ ഒരു ചിത്രത്തിൻ്റെ 10 ഇരട്ടി അവർ ഇഷ്ടപ്പെടുന്നു ഈ ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. ഹിന്ദിയിലെ സർവ്വ സിനിമകളെയും മാറ്റി ഇപ്പോൾ മാർക്കോയ്ക്ക് വേണ്ടിയുള്ള തിരക്ക് കൂടുന്നു. സിനിമ ഗംഭീരമായി കുതിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു വർഷത്തെ അവസാന ദിനത്തിലും മാർക്കോ കസറുകയാണ്. 11ാം ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ 57 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിന് മുമ്പത്തെ ദിവസം 97 ലക്ഷം രൂപയോളമായിരുന്നു സിനിമയ്ക്ക് വന്നത്. തൊട്ട് മുമ്പത്തെ ദിവസം 70 ലക്ഷം രൂപയും സിനിമയ്ക്ക് വന്നിരുന്നു. ഇതിനോടകം തന്നെ സിനിമ 2,96 ലക്ഷമാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി വന്നത്. വെറും 20,000 രൂപയിൽ നിന്ന് തുടങ്ങിയ സിനിമ 12ാം ദിവസമായപ്പോഴത്തേക്ക് 3 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു രക്ഷയുമില്ലാത്ത തിരക്ക് തന്നെയാണ് സിനിമയ്ക്ക് കാണുന്നത്. അതും ഇന്നലെ 749 ഷോകൾ. നമുക്കറിയാം തിങ്കളാഴ്ച കഴിയുമ്പോൾ വർക്കിംഗ് ഡേ ആണ്, അവിടെ ഒരു ഇടിവുണ്ടാവും. ആ സ്വാഭാവിക ഇടിവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഹിന്ദി വെർഷൻ്റെ ഷോ കൗണ്ട് നമുക്ക് കാണാൻ കഴിയും. ഡൽഹിയിൽ 145, സൂരറ്റിൽ 61, മുംബൈയിൽ 56, അഹമ്മദാബാദിൽ 53, ഹൈദരാബാദ് 32, വഡോദര 29, ലക്നൗ 27, പൂനെ 20, ജയ്പൂർ 14, കൊൽക്കത്ത 10, നാഗ്പൂർ 8, അങ്ങനെ തുടങ്ങുന്നു. ഇനിയും ഷോകൾ ആഡ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ 37 കോടിയും കടന്നിരിക്കുന്നു. 11 ദിവസത്തെ കളക്ഷൻ. ഓവർസീസിൽ നിന്ന് 30 കോടിയും കടന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് 8 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സിനിമ ഇതിനോടകം 75 കോടിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകാമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ട്രാക്കേഴ്സ് മുഖാന്തരം ഇപ്പോൾ വന്നിരിക്കുന്ന 74 കോടിയാണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള കളക്ഷനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 11 ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും 75 കോടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ജനുവരി 1 ഉണ്ണി മുകുന്ദൻ ആൻഡ് ടീം ആ 75 കോടിയുടെ പോസ്റ്റർ പുറത്ത് വിടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നാളെ മുതൽ, അതായത് ജനുവരി 1 മുതൽ ഇത് തെലുങ്കിൽ ഇറങ്ങുകയാണ്. അതേപോലെ തന്നെ GCCയിലും സിനിമ റിലീസ് ചെയ്യണം. കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. ഇവിടെ അനിമൽ ക ബാപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിനിമാ വൃത്തങ്ങളല്ല, സാധാരണക്കാരായ ഹിന്ദി പ്രേക്ഷകരാണ് എന്ന് എടുത്ത് പറയാം. എന്താണേലും കലക്കിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ സിനിമ നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് ബോളിവുഡിനെ പച്ചയ്ക്ക് കൊളുത്തിയിരിക്കുന്നു എന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. അങ്ങനെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയറും പറയുന്നു. ഗ്രീൻ മീഡിയാസ്.